ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നോട് പറയാതെ എവിടേക്കും പോവരുതെന്ന് ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ? പറയുന്നതൊക്കെ അനുസരിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് നിനക്കിനിയും മനസ്സിലായിട്ടില്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്താ പിന്നെ അമ്മയ്ക്കറിയാലോ. അതുകൊണ്ട് രമ തന്നെ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അതിന് കൂടെ നിൽക്കാം, അത്രയും ഞാൻ കരുതുന്നുള്ളൂ. ഞാൻ ഈ സഭയിൽ ഇല്ലാതിരിക്കുന്ന സ്ഥിതിക്ക് ചർച്ച എന്നെക്കുറിച്ച് തന്നെയായിരിക്കും. ഞങ്ങൾ അർജുന്റെ വിവാഹകാര്യം പറയുകയായിരുന്നു. അർജുന്റെ വിവാഹകാര്യം പറയുന്നത് അവന്റെ അച്ഛനും മുത്തശ്ശിയും പിന്നെ ഈ വീട്ടിലെ ഈ നിൽക്കുന്ന ജോലിക്കാരിയും കൂടി ചേർന്നാണ്. അവന്റെ അമ്മയായ ഞാനും കൂടി ചേർന്നല്ലേ തീരുമാനം എടുക്കേണ്ടത്? നിന്റെ മോന്റെ കാര്യം നീ തന്നെ തീരുമാനിച്ചു എന്നും പറഞ്ഞ് അവന്റെ കാര്യം ഞങ്ങൾക്കും കൂടെ പറഞ്ഞൂടെ? അതോ ചന്ദ്രലേഖ ഇവിടെ നിൽക്കുന്നതാണോ നിന്റെ പ്രശ്നം? ആര് നിന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല. പറയാനുള്ളത് ഞാൻ പറയും. അതാ എന്റെ ശീലം. ആർക്ക് വേണ്ടിയും ആ ശീലം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ആ ജയേട്ടൊന്ന് നിന്നേ. ഇവിടെ നിൽക്കുന്ന ആ ജോലിക്കാരി പെണ്ണില്ലേ, ചിന്നു, അവളെ ഇന്നലെ പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടായിരുന്നോ? അതിന് ഞാൻ ഇന്നലെ മഹിയോടൊപ്പം പോയിരിക്കുമല്ലായിരുന്നോ? അപ്പൊ തന്നെ വരുന്ന വഴിക്ക് അവളെ കാറി കൊണ്ടുവന്നില്ലേ? എവിടെ വെച്ച ജയേട്ടൻ അവളെ കണ്ടത്? ഇവിടെ ജംഗ്ഷനിൽ വെച്ച്. ഓ, ഞാനും മഹിയും കൂടെ വന്നപ്പോ ജംഗ്ഷനിൽ വെച്ച് അവൾ നടന്നു വരുന്ന കണ്ടു. അങ്ങനെ കാറി കയറ്റി കൊണ്ടുവന്നതാ. ഓ, അല്ല, എന്താ കാര്യം? ഒന്നുമില്ല, വെറുതെ ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ഇവിടെ ഇരിക്കണോ? ഇതെന്താ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നത്? താനും കൂടി വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് ആലോചിക്കാം. വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നല്ലോ. കുറച്ച് സമാധാനം കിട്ടാനും ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്ന. അപ്പൊ ഇവിടെ കൂടെ വന്ന് നിന്ന് വെറുപ്പിക്കാതൊന്നും പോവോ? ഇത് കൊള്ളാം, ഞാൻ വെള്ളം ഒഴിക്കാൻ വന്നതാ. അതെ, ഒരു കാര്യം ചെയ്, താൻ അവിടെ മറ്റെവിടെയെങ്കിലും സമാധാനത്തോടെ ഇരുന്ന് ആലോചിച്ചോ. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. ആയിക്കോട്ടെ. ഡോ, ഒന്ന് നിർത്തി. കണ്ണു കെട്ടി സുന്ദരിക്ക് പൊട്ടു തൊട്ട ആളെ, തനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. താൻ അതോർത്തൊന്നും വിഷമിക്കണ്ട, ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളോ?
അതാരായി ഞങ്ങള്? താനും ഇവിടുത്തെ അഹങ്കാരി തള്ളയൊക്കെയാണോ? പറ്റിയ ആളുകളാ. അതെ, റൊട്ടികടി മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയ ആളെ. വേറെ ആരുടെയും കാര്യം എനിക്കറിയില്ല. ഈ ഞാൻ എന്തായാലും ഉണ്ട്. അതെ, എന്ത് സഹായത്തിനും താൻ പറഞ്ഞാ മതി. താനെന്ത് സഹായിക്കാൻ? തന്നെ കൊണ്ട് കൂട്ടിയാലൊന്നും കൂടൂല. താൻ മിണ്ടാതിരുന്നാ തന്നെ എന്റെ പകുതി പ്രശ്നങ്ങളും തീരും. പിന്നെ ഒരു സഹായം ചെയ്യോ? എന്താ? എന്തായാലും പറഞ്ഞോ. ഉപദ്രവിക്കാതെ ഇരിക്കാമോ? സഹായിച്ചില്ലേലും സാരമില്ല, ഉപദ്രവിക്കാതിരുന്നാ മാത്രം മതി. ചിന്നു, ചിന്നു, മാഡം കോളിംഗ്. മാഡം കോളിംഗ്. ഇന്നലെ നിന്നെ ഞാൻ ഇവിടെയൊന്നും കണ്ടില്ലല്ലോ. നീ ഇവിടെ ഇല്ലായിരുന്നോ? എന്നോട് പറയാതെ എവിടേക്കും പോകരുതെന്ന് ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ? പറയുന്നതൊക്കെ അനുസരിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് നിനക്കിനിയും മനസ്സിലായിട്ടില്ലേ? ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നലെ നീ എവിടെ പോയതായിരുന്നു? ചിന്നു ഇന്നലെ നിന്നോടല്ല ഞാൻ ചോദിച്ചത്. ഉത്തരം ഇവള് തന്നെ പറയും. പറയ്, ഇന്നലെ എവിടെ പോയിരുന്നു? ഞാൻ അച്ഛനെ കാണാൻ പോയതാ. അച്ഛനെ കാണാനോ? അതെ, എന്റെ അച്ഛനെ കാണാൻ പോയതാ. നിന്റെ അച്ഛൻ എവിടെയാ ഉള്ളത്? അങ്ങ് പത്തനപുരത്ത്.